ഹലോ, ബിഗ് ബോസ് ഹൗസിൽ 46-ാമത്തെ ദിവസം 47-ാമത്തെ എപ്പിസോഡ്. ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. സിബിൻ നാട്ടിൽ ലാൻഡ് ചെയ്തപ്പോൾ തന്നെ കക്ഷി തന്റെ പുതിയ പൊളിറ്റിക്കൽ ഗെയിം തുടങ്ങിയിരിക്കുകയാണ്. കക്ഷി പറയുന്നത് അദ്ദേഹത്തെ പുറത്താക്കിയതാണ്, താൻ ക്വിറ്റ് ചെയ്തത് അല്ല എന്നാണ്. തനിക്ക് റിഫ്രഷ് ആവാനും റിവൈൻഡ് ചെയ്യാനും അവസരം മാത്രമാണ് ചോദിച്ചത്. അതെ, ഇവിടെ പോയിട്ട് റിഫ്രഷ് ചെയ്യാനും റിവൈൻഡ് ചെയ്യാനും അവസരം കൊടുക്കലാണല്ലോ ബിഗ് ബോസിന്റെ പണി. ഇവിടെ രാവിലെ ടൈം കോട്ടും സൂട്ടും ഇട്ട് ചെന്ന് വൈകിട്ട് തിരിച്ചു വരാൻ ഇത് ഗവൺമെന്റ് ജോലി അല്ല എന്നുള്ള കാര്യം സിബിൻ അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. അതോ റിസോർട്ടിൽ സുഖവാസത്തിന് പോയ മൂഡിലായിരുന്നോ കക്ഷി? എന്തായാലും കക്ഷിയുടെ വളരെ വലിയ തെറ്റിദ്ധാരണകളാണ്. തോന്നുമ്പോൾ കയറാനും തോന്നുമ്പോൾ ഇറങ്ങാനും പറ്റുന്ന ഒരു വീടാണ് ബിഗ് ബോസ് വീട് എന്നത്. അങ്ങനെ പറ്റില്ല. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇറങ്ങിപ്പോകാനും ഇഷ്ടമുള്ളപ്പോൾ തിരിച്ചു കയറാനും ആണെങ്കിൽ ബിഗ് ബോസ് ഗെയിം തന്നെ എന്തിനാണ്? അതോ സിബിന് മറ്റൊരു പ്ലാൻ ഉണ്ടായിരുന്നോ? അപ്പോൾ അതൊക്കെ അസുഖം അഭിനയിച്ച് അല്ലെങ്കിൽ മെന്റലി ഡൗൺ ആണെന്ന് കാണിച്ച് കുറച്ച് ദിവസം പുറത്ത് മാറി നിൽക്കുക, കുറച്ച് ദിവസം ഹോസ്പിറ്റലൈസ് ആവുക. ആ സമയം ജനങ്ങളുടെ പൾസ് അറിയുക, ആരൊക്കെ എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്, അല്ലെങ്കിൽ തനിക്കുള്ള സപ്പോർട്ട് എത്രയാണ്, തൻ്റെ ഗെയിം പ്ലാൻ ഫലിക്കുന്നുണ്ടോ, ഗെയിം പ്ലാനെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, തൻ്റെ ഗ്രാഫ് എങ്ങനെയാണ്, ഇതൊക്കെ അറിയുക. അതിനുശേഷം പിന്നെയും മടങ്ങി ബിഗ് ബോസ് ഹൗസിൽ ചെല്ലുക, തൻ്റെ ഗെയിം തുടരുക. പുറത്തിറങ്ങുമ്പോൾ അറിയാൻ പറ്റുമല്ലോ ആർക്കൊക്കെയാണ് സപ്പോർട്ട്, എത്രയാണ് സപ്പോർട്ട്, താൻ ചെയ്ത കാര്യങ്ങളായി ജനങ്ങൾ എത്ര കണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നു, എല്ലാം അറിയാൻ പറ്റും. ഇതൊക്കെ ആയിരിക്കണം പ്ലാൻ. പക്ഷേ എന്ത് ചെയ്യാനാണ്, കക്ഷിയേക്കാൾ വലിയ കളിക്കാനാണ് ബിഗ് ബോസ്. കക്ഷി പറഞ്ഞ് വീട്ടിൽ പൊയ്ക്കോളാം, ഇനി തിരിച്ചു വന്ന് ബുദ്ധിമുട്ടണമെന്നും ഇല്ലെന്ന് പറഞ്ഞു. എത്ര വലിയൊരു അവസരമാണ് സിബിൻ നഷ്ടപ്പെടുത്തിയതെന്ന് ഓർക്കുക. ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ്, എയർപോർട്ടിൽ വന്നതിന് ശേഷമുള്ള പെർഫോമൻസ് കാണുമ്പോഴാണ് എനിക്ക് ഡൗട്ട് തോന്നുന്നത്, കക്ഷി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കാണിച്ചത് വെറും നാടകമായിരുന്നു എന്ന്. കാരണം ആ മെന്റലി ഡൗൺ ആയിട്ടുള്ള ആ പെർഫോമൻസ് ഒക്കെ വളരെ മനോഹരമായിരുന്നു. ഞാൻ വിശ്വസിച്ചു പോയി സത്യമായിരിക്കുമെന്ന്. പക്ഷെ ഇന്നലെ കാണുമ്പോഴാണ് മനസ്സിലാകുന്നത് അത് നാടകമാവാനും സാധ്യതയുണ്ടെന്ന്. കാരണം അത്ര കൂളായിട്ടാണ് കക്ഷി പറയുന്നത്. തനിക്ക് ഇറങ്ങാൻ ആഗ്രഹമില്ലായിരുന്നു, കൂടുതൽ ഡീറ്റെയിൽസ് വഴിയെ പറയാം. എന്ത് ഡീറ്റെയിൽസ് ആണ്, ആര് കേൾക്കാനാണ്, എത്ര ദിവസം കേൾക്കാനാണ്? സിബിൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിലും കത്തി നിന്ന ആൾക്കാരുണ്ടായിരുന്നു ബിഗ് ബോസിൽ. അവരുടെ 4 ദിവസം കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ മറന്നു, പിന്നെ അവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ സിബിനൊക്കെ എത്ര 2 ആഴ്ച നിന്നതിന്റെ വിശേഷങ്ങളിലേ പറയാനുള്ളൂ. പിന്നെ ചിലർ പറയുന്നു, ചില കമന്റ് ബോക്സിലും പറയുന്നു, അതുപോലെ സിബിന്റെ ചില കുടുംബാംഗങ്ങളും ഒക്കെ പറയുന്നു കേട്ടു, ലാലേട്ടൻ അങ്ങനെ ചെയ്തു, ലാലേട്ടൻ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ. ലാലേട്ടൻ എന്ത് ചെയ്യാനാണ്? കക്ഷി ഒരു അവതാരകൻ മാത്രമാണ്. കക്ഷിക്ക് കൊടുക്കുന്ന സ്ക്രിപ്റ്റിന് അനുസരിച്ച് പ്രവർത്തിക്കുക മാത്രമാണ് ലാലേട്ടൻ അവിടെ ചെയ്യുന്നത്. ഇടയ്ക്ക് ചില കാര്യങ്ങൾ സ്വന്തം വായിൽ നിന്ന് വരുന്നുണ്ടാവാം, പക്ഷേ 99% കാര്യങ്ങളും ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ, സംവിധായകർ പറയുന്നത് അനുസരിച്ചാണ് പെരുമാറുന്നത്. അല്ലാതെ അദ്ദേഹം അവിടെ ഇരുന്ന് എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുകയൊന്നുമല്ല. എപ്പിസോഡിനുള്ള കീ പോയിന്റ്സ്, പറയേണ്ട കീ ആയിട്ടുള്ള കാര്യങ്ങൾ ലാലേട്ടന് പറഞ്ഞു കൊടുക്കുന്നു. അദ്ദേഹം അത് അവിടെ വന്ന് അവതരിപ്പിക്കുന്നു. ചില കാര്യങ്ങൾ ഡയറക്ട്ലി അതേസമയം പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കുന്നതുണ്ടാവാം. ബിഗ് ബോസ് ഹിന്ദിയിൽ സൽമാൻ ഖാൻ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ സ്വന്തം കയ്യിൽ നിന്നിട്ട് പറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ അതിന് കാരണം എന്ന് വെച്ചാൽ സൽമാൻ ഖാൻ ഒരു നല്ല ആക്ടർ ഒന്നുമല്ല. സൽമാൻ ഖാൻ അഭിനയത്തിന് വളരെയധികം പരിമിതികളുണ്ട്, ലാലേട്ടന് അഭിനയത്തിന് പരിമിതികളില്ല. അതുകൊണ്ട് ഇവർ പ്രോംപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ താൻ പറയുന്നു എന്ന രീതിയിൽ വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹത്തിന് അവതരിപ്പിക്കാൻ പറ്റും. നമ്മൾക്ക് തോന്നും ലാലേട്ടൻ തന്നെയാണ് അവിടെ പറയുന്നത്, അല്ലെങ്കിൽ ലാലേട്ടന്റെ വാക്കുകൾ തന്നെയാണിതെന്ന്, അല്ലെങ്കിൽ ലാലേട്ടന്റെ ചിന്തകൾ തന്നെയാണിതെന്ന്. അപ്പോൾ ബിഗ് ബോസ് ഹൗസിലെ 46th ഡേ സംഭവബഹുലമായിരുന്നു. പവർ ചലഞ്ചൊക്കെ വന്നിട്ടുണ്ട്. ഗബ്രിയും ജാസ്മിനുമായിട്ടുള്ള നാടകം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടെ രാവിലെ ആയപ്പോൾ രശ്മിൻ ഡൗൺ ആയി. രശ്മിന് ഇമോഷണലി ഡൗൺ ആണ്. രശ്മിനെ കേൾക്കാൻ ആരുമില്ല. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാകുമെന്നറിയില്ല, നമ്മളെ കേൾക്കാൻ ആരുമില്ലാത്ത അവസ്ഥ വളരെ ദയനീയമാണ്. നമ്മളെ കേൾക്കാൻ ആരുമില്ലെങ്കിൽ, നമ്മളുടെ പ്രശ്നങ്ങൾ കേട്ട് അവർ റെസ്പോണ്ട് ചെയ്യണമെന്ന് പോലുമില്ല, വെറുതെ കേട്ടിരുന്നാൽ മതി. അങ്ങനെ ഒരാളില്ലെങ്കിൽ അതുണ്ടാക്കുന്ന സ്ട്രെസ് വളരെ വലുതായിരിക്കും. ഇവിടെ രശ്മിൻ പലരുടെയും ലിസണറാണ്. പലരും അവരുടെ ടെൻഷൻ രശ്മിൻ്റെ മുകളിൽ ഇറക്കി വയ്ക്കുകയാണ്. എസ്പെഷ്യലി നോറയും ജാസ്മിനും. നോറയൊക്കെ കേട്ടിരിക്കുന്നതിന് സമ്മതിച്ചു കൊടുക്കണം. പിന്നെ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും പ്രേമനാടകം കേട്ടിരിക്കുന്നതിന് ഒരു അവാർഡും കൂടെ കൊടുക്കണം. ആ രീതിയിലാണ് കാര്യങ്ങൾ. അങ്ങനെയുള്ള രശ്മിനെ കേൾക്കാൻ ഇവരൊന്നുമില്ല. സത്യസന്ധമായിട്ടൊരു ചെവി കൊടുക്കാൻ ആളില്ല. അങ്ങനെയാണ് രശ്മിൻ ബിഗ് ബോസിനോട് അഭ്യർത്ഥിച്ചു. ബിഗ് ബോസ് കേൾക്കാൻ തയ്യാറായി. ബിഗ് ബോസിനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ രശ്മിൻ്റെ മനസ്സിൻ്റെ ഭാരം ഒന്നൊഴിഞ്ഞു. അത് പിന്നെയും ഗെയിമിലേക്ക് ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആയി. നമ്മളിൽ പലർക്കും അത് മനസ്സിലാവില്ല, അതിൻ്റെ ആ ടെൻഷൻ, ആ കണ്ടീഷൻ വരുത്തി വയ്ക്കുന്ന സ്ട്രെസ് എത്രയാണെന്ന്, മാനസിക സമ്മർദ്ദം എത്രയാണെന്ന് നമ്മൾക്ക് പലർക്കും മനസ്സിലാവില്ല. കാരണം നമ്മൾക്ക് അറ്റ്ലീസ്റ്റ് ചിലരെങ്കിലും ഉണ്ട്, ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവാം, ഫ്രണ്ട്സ് ഉണ്ടാവാം, അങ്ങനെ ആരെങ്കിലുമൊക്കെ നമ്മളെ കേൾക്കാനുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ ഡൈവേർട്ട് ചെയ്യാനുള്ള വഴിയുണ്ട്. TV കാണുക, മൊബൈൽ കാണുക, റീൽസ് കാണുക,
സോഷ്യൽ മീഡിയയിൽ ഇൻട്രാക്ട് ചെയ്യുക, 4 പേരെ തെറി പറയുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മളെ ഡൈവേർട്ട് ചെയ്യും, നമ്മളെ സ്ട്രെസ് കുറയ്ക്കും. ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് അവർക്ക് അങ്ങനെ യാതൊരു ഫെസിലിറ്റീസും ഇല്ല. സംസാരിക്കണമെങ്കിൽ ഇത്രയും ആൾക്കാരുമായിട്ട് സംസാരിക്കണം, അതല്ലാതെ വേറൊരു പണിയുമില്ല. ഇടയ്ക്ക് ബിഗ് ബോസ് കൊടുക്കുന്ന ടാസ്ക് മാത്രമാണ് അവർക്ക് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാനുള്ള ഒരേ ഒരു മാർഗം. അപ്പോൾ ഈ സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് കൂടും. ഈ മത്സരങ്ങൾ കൂടി വരുമ്പോൾ അതുണ്ടാക്കുന്ന സമ്മർദ്ദം ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ എന്തായാലും പവർ ചാലഞ്ച് വന്നു. പവർ ചാലഞ്ചിന് മുമ്പ് ഗബ്രിയും ജാസ്മിനും പിന്നെയും പ്രശ്നമാണ്. ഗബ്രി പിന്നെയും ചെന്നിരുന്നു. ഗബ്രി ഇപ്പോൾ പറയുന്നത് താൻ അവളോട് പ്രണയം ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ്. ഇങ്ങനെ ഇത് എന്താണ് ചിന്തിക്കുന്നതെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. എന്തൊക്കെ കുതന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ എനിക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ഗബ്രി കുതന്ത്രങ്ങൾ കണ്ടിന്യൂസ്ലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒട്ടും ആത്മാർത്ഥതയില്ലാത്ത വ്യക്തിത്വമായിട്ടാണ് എനിക്ക് ഗബ്രിയെ തോന്നുന്നത്. കുതന്ത്രങ്ങളുടെ ആശാനാണ്. തന്ത്രങ്ങളെക്കാൾ കൂടുതൽ കുതന്ത്രങ്ങളാണ് കക്ഷിയുടെ ഉള്ളിൽ. ജാസ്മിൻ എനിക്ക് സംസാരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കുന്നു. തനിക്ക് പ്രണയം ഇല്ല എന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്തൊക്കെയോ പറയുന്നു. നമുക്ക് ഒന്നിനും ക്ലാരിറ്റി ഇല്ല. കേട്ട് ഈ ക്ലാരിറ്റി എന്ന വാക്കിനോട് തന്നെ വെറുപ്പായിപ്പോയി. ഒരു സെന്റൻസ് പറയുന്നതിൽ ഒരു 150 ക്ലാരിറ്റിയാണ് ഗബ്രി ഉപയോഗിച്ചത്. അതേ ക്ലാരിറ്റി എടുത്തു വെച്ച് ജാസ്മിൻ ഉപയോഗിക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലാക്കിയിട്ടാണോ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നോ എനിക്ക് മനസ്സിലാവുന്നില്ല. ജാസ്മിൻ അതിന് കൃത്യമായിട്ടുള്ള അർത്ഥം പോലും അറിയില്ലെന്ന് തോന്നുന്നു. ആ രീതിയിലാണ് ആ ക്ലാരിറ്റി എന്ന വേർഡ് ഉപയോഗിക്കുന്നത് തന്നെ. അപ്പോൾ ഇനി മുതൽ എനിക്ക് നിഘണ്ടുവിൽ നിന്ന് തന്നെ ക്ലാരിറ്റി എന്ന വേർഡ് എടുത്ത് മാറ്റണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും വെറുത്തു പോയി ആ വാക്കിന്. കാരണം ഈ ഗബ്രിയുടെ കുതന്ത്രങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. എനിക്ക് ബിഗ് ബോസിനോടുള്ള അഭ്യർത്ഥന ഇവർ രണ്ടുപേരും ഒരാളെ എടുത്ത് പുറത്താക്കിയാൽ അറ്റ്ലീസ്റ്റ് മറ്റേ ആളെങ്കിലും ഗെയിം നല്ലപോലെ കളിക്കും. ഇതിപ്പോൾ രണ്ടുപേരും കൂടെ എന്തൊക്കെ ചെയ്യുന്നു. അവിടെ ഗബ്രി ജാസ്മിനോട് ഗെയിം കളിക്കുന്നതായിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജാസ്മിനെ തളർത്താനുള്ള പരിപാടിയാണോ അതോ തൻ്റെ ഇമേജ് പുറത്തും കൂടെ കൂട്ടാൻ താൻ അത്രയും ആത്മാർത്ഥമായിട്ടാണ് പെരുമാറുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണോ? എന്തായാലും അതേ സമയം തന്നെ പുറത്തിരുന്ന് അർജുനും നമ്മുടെ സിജോയും ഇവരുടെ കാര്യം തന്നെ സംസാരിക്കുന്നുണ്ട്. സിജോ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു ഐ ലവ് യു പറഞ്ഞാൽ തീരുന്ന കാര്യമേ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയട്ടെ. അതേപോലെ തന്നെ ഈ സിജോയെ പുറത്തുനിന്ന് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വന്നതാണല്ലോ. സിജോ അർജുനോട് ചോദിക്കുന്നു, നിന്റെ ഒരു ഫിയാൻസിയാണ് ഇങ്ങനെ ഗെയിമിന് പോയിട്ട് ഇങ്ങനെ ചെയ്തെങ്കിൽ നിന്റെ ഫീലിംഗ് എന്താവും? ഈ ഫീലിംഗ് എന്താണെന്ന് നമ്മൾ പുറത്തുള്ളവർ കണ്ടത് തന്നെയാണ്. ആ വ്യക്തിയുടെ വോയിസ് ക്ലിപ്പും കേട്ടതാണ്. അപ്പോൾ സിജോ അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. സിജോ പുറത്തുള്ള കാര്യം ഇൻഡയറക്ട്ലി അർജുനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഏതായാലും പിന്നെയും ഗബ്രി ചെന്നു ജാസ്മിനെ കുറച്ചുകൂടെ വീക്കാക്കി എന്ന് വേണമെങ്കിൽ പറയാം. ജാസ്മിന് തലവേദന എന്നൊക്കെ പറയുന്നു. എന്തായാലും ഈവനിങ് ആയപ്പോൾ പവർ ചലഞ്ച് വന്നു. ആ പവർ ചലഞ്ചിന്റെ ഒരു പ്രശ്നം വെച്ചാൽ ഫിസിക്കൽ ഗെയിം ആയിരുന്നു. ഓടി ആ സ്റ്റിക്ക് ഇത് ഒട്ടിക്കാനുള്ള പരിപാടിയായിരുന്നു. മാഗ്നറ്റിക് എംബ്ലം, മാഗ്നറ്റിക് അല്ല വെൽക്രോയിൽ ഒട്ടിക്കാനുള്ള പരിപാടിയായിരുന്നു. എന്തായാലും അവിടെ അൻസിബ ഡൗൺ ആണ് ആ ടീമിൽ. കാരണം അൻസിബയ്ക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി പറ്റില്ല എന്ന് അൻസിബ തീരുമാനിച്ചുറപ്പിച്ചിട്ടാണുള്ളതാണ്. അൻസിബ മുമ്പും അത് കളിച്ച് പരിചയമില്ലാത്ത ആളാണ്. അവിടെ തന്നെ ആ ടീം ഡൗൺ ആയിരുന്നു. പിന്നെ ജിൻഡോ നല്ല സ്ട്രോങ് ആയിട്ടൊരു കണ്ടസ്റ്റൻ്റ് ആണ്. ജാസ്മിനും സ്ട്രോങ് തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ജാസ്മിന് ഫിസിക്കൽ ഇഷ്യൂ ഓൾറെഡി ഉണ്ട്. ഒരു പനിയിൽ നിന്നൊക്കെ റിക്കവറായി വരുന്നേ ഉള്ളൂ. എന്തെങ്കിലും ഹെഡേക്ക് ആയിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫിസിക്കലി ഡൗൺ ആണ്. എന്നിട്ടും വളരെ ആത്മാർത്ഥമായിട്ട് കളിച്ചായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ചിലർക്കെങ്കിലും അവൾ ഗബ്രിയുടെ വശം നിന്ന് കളിച്ചോ എന്ന സംശയം വരാനും സാധ്യതയുണ്ട്. എൻ്റെ അഭിപ്രായം അനുസരിച്ചാണെങ്കിൽ അവൾ ടീമിന് വേണ്ടി ശക്തമായിട്ട് തന്നെ കളിച്ചു. തനിക്ക് പറ്റുന്ന രീതിയിൽ കളിച്ചിട്ടുണ്ട്. അവളുടെ ഫിസിക്കൽ ഡൗൺ ആണെങ്കിലും ഇമോഷണലിയും ഫിസിക്കലിയും ഡൗൺ ആണ് ജാസ്മിൻ. എന്നിട്ട് പോലും ആത്മാർത്ഥമായിട്ട് കളിക്കാൻ അവൾ ശ്രമിച്ചു. നല്ല രീതിയിൽ തന്നെ ഓടി. പക്ഷേ ജയിച്ചത് ഗബ്രിയുടെ ടീം തന്നെയാണ്. ഗബ്രിക്ക് ഇവിടെയുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ജിൻഡോയ്ക്ക് ഫിസിക്കൽ പവർ ഉണ്ട്. ഫിസിക്കൽ പവർ ഗബ്രിയേക്കാൾ കൂടുതലുണ്ട്. ഗബ്രിക്കും ഫിസിക്കൽ പവർ ഉണ്ട്. അതോടൊപ്പം തന്ത്രവും കുതന്ത്രവും അറിയാം. തന്ത്രം ഉപയോഗിച്ചു, വ്യക്തമായ തന്ത്രം ഉപയോഗിച്ചു. ഇവിടെ ജാസ്മിൻ തന്ത്രം ഉപയോഗിക്കാൻ അറിയാവുന്ന ആളാണ്. പക്ഷേ ഇമോഷണലിയും സൈക്കോളജിക്കലിയും ഡൗൺ ആയതുകൊണ്ടാവാം, അതോ ഇനി എതിർവശത്ത് ഗബ്രി ആയതുകൊണ്ടാണ്, എന്തോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും ജാസ്മിൻ അവിടെ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിൽ പരാജയപ്പെട്ടു. അങ്ങനെ ആ ടീം തോറ്റു എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ ജയിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എതിർവശത്ത് ജാസ്മിനും ഗബ്രിയുമാണ്. ഇവിടെ ജിൻഡോയും ജാസ്മിനുമാണ്. ശക്തരാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ ഇവർക്ക് ജയിക്കാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ആത്മാർത്ഥമായിട്ട് തന്നെ കളിച്ചു എന്ന് പറയാം. പക്ഷേ ആ വീട്ടിലുള്ളവർക്ക് ചിലർക്കെങ്കിലും സംശയം തോന്നിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നന്ദന പറയുകയും ചെയ്തു ജാസ്മിനോട്, 2 വഞ്ചിയിൽ കാല് വയ്ക്കരുതെന്ന്. അതായത് അവിടെ നിൽക്കുന്നവർക്ക് അത് തോന്നിയിട്ടുണ്ട്, ജാസ്മിൻ 2 വഞ്ചിയിൽ കാല് വെച്ചു എന്ന്. നമ്മൾ ക്യാമറയിലൂടെയുള്ള കാര്യമാണ് കാണുന്നത്. നമ്മൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. നേരിട്ട് കാണുന്നതും ക്യാമറയിലൂടെ കാണുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കൺസേർട്ട് കാണാൻ പോവുകയാണ്. ഒരു കൺസേർട്ട് നേരിട്ട് കാണുന്നതിൻ്റെ ആ സുഖമോ ആ രസമോ ആ യാഥാർത്ഥ്യമായിട്ടുള്ള ഫീലിങ്ങോ നമ്മൾ ക്യാമറയിലൂടെ വീഡിയോയിലൂടെയോ ടി വിയിലൂടെയോ മൊബൈലിലൂടെയോ കാണുമ്പോൾ കിട്ടില്ല.
അപ്പോൾ നന്ദനയ്ക്ക് തോന്നിയിട്ടുണ്ടാവാം, അതുപോലെ മറ്റു പലർക്കും തോന്നിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നന്ദന കൃത്യമായിട്ട് പറഞ്ഞു 2 വഞ്ചിയിൽ കാല് വയ്ക്കുന്നത്. അതിന് അവർ തമ്മിൽ വഴക്കായി. അപ്പോൾ ജാസ്മിൻ പറയുന്നത്, ഞാൻ എൻ്റെ ടീമിന് വേണ്ടിയും കളിച്ചു, എതിർവശത്ത് എൻ്റെ സുഹൃത്താണ്, അവന് വേണ്ടി അവനെ കൺസിഡർ ചെയ്താണ് ഞാൻ കളിച്ചതെന്ന്. എന്തായാലും എതിർവശത്തുള്ള സുഹൃത്ത് എന്തായാലും കൺസിഡർ ഒന്നും ചെയ്തിട്ടില്ല, അവളെ പുറത്താക്കാനുള്ള പരിപാടി തന്നെയാണ് അവൻ ചെയ്തത്. അതിന് ശേഷം വന്നിരുന്ന് അവൻ ചോദിക്കുന്നുണ്ടായിരുന്നു, നിന്നെ ഞാൻ ഹേർട്ട് ചെയ്തോ? ഹേർട്ടെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ചോദിക്കുന്നത്, ഞാൻ നിന്നെ ഹേർട്ട് ചെയ്തോ, ഞാൻ അത് ചെയ്തോ, ഞാൻ ഇത് ചെയ്തു. ഗബ്രി ഈസ് ടോട്ടലി അൺറിലയബിൾ. ഒട്ടും വിശ്വസിക്കാൻ കൊള്ളാത്തൊരു വ്യക്തിയാണ് ഗബ്രി. അത് ജാസ്മിന് മാത്രമേ ഉള്ളൂ മനസ്സിലാകാത്തതായിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ജാസ്മിൻ്റെ സുഹൃത്ത് അല്ലെങ്കിൽ ജാസ്മിൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് രശ്മിനെയാണെന്ന് ഗബ്രിക്കറിയാം. ഇപ്പോൾ രശ്മിനെതിരെയും ഗബ്രി പറയുന്നുണ്ട് ജാസ്മിനോട് ചെന്ന്. രശ്മിന് താൻ വിശ്വസിക്കുന്നില്ല എന്നുള്ള രീതിയിൽ പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നീ രശ്മിനോട് പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ രശ്മിന് കൊടുത്ത ക്ലാരിഫിക്കേഷൻ, അപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നുണ്ട്, നീ രശ്മിന് കൊടുത്ത ക്ലാരിഫിക്കേഷനും എനിക്ക് തരുന്ന ക്ലാരിഫിക്കേഷനും എന്താ, 2 ആണോ? അത് 2 തന്നെ ആയിരിക്കും. കാരണം രണ്ടുപേരെയും പറ്റിക്കണമല്ലോ. രശ്മിൻ്റെ മുന്നിൽ കാണിക്കണം താൻ വളരെ നല്ലവനാണെന്ന്, ജാസ്മിൻ്റെ മുന്നിൽ കാണിക്കണം ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, എന്നാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തൊക്കെയോ കുഴച്ചു മറിച്ചാണ്, ഒട്ടും ക്ലാരിറ്റി ഇല്ലാണ് ഗബ്രി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. എന്നിട്ട് പറയും ഞാൻ വളരെ ക്ലാരിറ്റിയോടുകൂടിയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. എന്തായാലും ക്ലാരിറ്റി എന്ന വാക്ക് തന്നെ നമ്മൾ വെറുത്തു പോകും ഗബ്രിയുടെ കുറച്ച് നേരത്തെ സംസാരം കേട്ടാൽ. നോറ 2-3 ദിവസമായിട്ട് കരയുന്നില്ല, അതൊരു നല്ല കാര്യമാണ്. നോറയുടെ കരച്ചിൽ കീക്കി എന്നുള്ള കരച്ചിൽ കേൾക്കാൻ ബോറാവും, ഇതിനേക്കാൾ ബോറിംഗ് ആവും എപ്പിസോഡ്. എന്തായാലും നോറ കുറച്ച് ദിവസം, ഒരു 2-3 ദിവസമായിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒന്നടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ബിഗ് ബോസ് വീട്ടിലെ വിശേഷങ്ങൾ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക പ്ലീസ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു.